നമസ്കാരം. താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് താരപ്പകിട്ടിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഗായകൻ MG ശ്രീകുമാറും ഭാര്യയും അനിയുമാണ്. നമസ്കാരം. വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരാഴ്ച വിഷുവാണ്. നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കൊന്ന പൂത്ത് നമുക്കൊരു വിഷു ഫീലാണ്. വിഷു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഓർമ്മ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? പെട്ടെന്ന് എൻ്റെ നാടാണ്, ഹരിപ്പാട് ആണ് ഓർമ്മ വരുന്നത്. പിന്നെ അമ്പലപ്പുഴ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വളരെ പണ്ട് കുട്ടിക്കാലം. അത് നമുക്കിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, ജയന്തി പറഞ്ഞ പോലെ, ഈ വിഷു എന്ന് പറയുന്ന സാധാരണ ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മൾ മഞ്ഞ പൂക്കൾ വരുന്നത്. സത്യം. ഇത് ഫെബ്രുവരി അവസാനമായപ്പോഴേ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പം എല്ലാം വളരെ ഫാസ്റ്റാണ്. പിന്നെ വിഷു ഒരു ചടങ്ങിന് മാത്രം അവശേഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു പ്രകൃതി നമുക്കനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ തുടങ്ങി. പ്രകൃതിയുടെ വികൃതികൾ കുറച്ച് കൂടുന്നുണ്ട്. കാരണം 1.5 മാസമൊക്കെ നേരത്തെ വിഷു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം വിഷുവിൻ്റെ ഏപ്രിൽ 14 തീയതി ആകുമ്പോൾ 2 മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ ഒരു മഞ്ഞ പൂവ് കാണത്തില്ല. ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴും. എങ്കിലും മലയാളികൾക്ക് വിഷു ഒരു ആഘോഷം തന്നെയാണ്. മലയാളികൾക്ക് മാത്രമല്ല, ബാക്കിയുള്ള വിദേശ മലയാളികൾക്കും അങ്ങനെയുള്ള എല്ലാവർക്കും വിഷു ഒരു ആഘോഷം തന്നെയാണ്. കാരണം അതിൻ്റെ മെയിൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചുകുട്ടികളാണ്. അതെ അതെ അതെ. കാരണം എന്താ വെച്ചാൽ ഇപ്പം എൻ്റെയൊക്കെ ഏജ് എന്ന് പറയുന്നത് വേറൊരു തലത്തിലാണ് ഇപ്പം നമ്മൾ വിഷുവിനെ കാണുന്നത്. കുട്ടിക്കാലത്ത് കൈനീട്ടം വിഷു കാത്തിരിക്കുന്നതേ നമ്മൾ പോക്കറ്റ് മണി സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു സംഭവം ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് വിഷുവിന് കാലത്ത് എന്താണ് അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോയി കണ്ണ് പൊത്തി, പിന്നെ എന്താണ് ആറന്മുള കണ്ണാടി, പിന്നെ കുറച്ച് വെള്ളരിക്ക, മാങ്ങ, പിന്നെ വിഷുക്കണി, പിന്നെ മാല, അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പൈസ. അപ്പം അങ്ങനെ ഒരു നല്ലൊരു കണിയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ ആ കണിക്കൊപ്പം നമ്മൾ ആ കണ്ണ് തുറന്ന് കൃഷ്ണനെയും ബാക്കിയെല്ലാം നമസ്തേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊരു 10 രൂപ. പക്ഷെ ആ 10 രൂപ എന്ന് പറയുന്ന ഒരു നമുക്കത് അതിൻ്റെ വില നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നും എൻ്റെ അമ്മ തന്നിട്ടുള്ള 100 രൂപ, പല വർഷങ്ങളായിട്ട് തന്ന ആ രൂപ ഇന്ന് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടിക്കാലത്ത് ചിലവാക്കിയിട്ടില്ലേ? കുട്ടിക്കാലമല്ല, കുട്ടിക്കാലത്തേക്ക് പോയതിന് ശേഷം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു SSLC പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് തന്നുകൊണ്ടിരുന്നത് എൻ്റെ അമ്മ തന്ന 100 രൂപ. ഞാൻ അതിൻ്റെ 100 രൂപയുടെ അകത്ത് എഴുതും. അതായത് ഏപ്രിൽ 14, 2000 എന്താണ് ഇത്ര 2007 എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ 2003 എന്നൊക്കെ പറഞ്ഞ് എഴുതി മടക്കി ഞാനൊരു ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, നിധിയായിട്ട്. അത് വിഷുവിൻ്റെ കാലം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തെ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? കുട്ടിക്കാലം പിന്നെ തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. ഇപ്പോഴും ഒരു സാധാരണക്കാരനാണ് ജീവിത ശൈലിയിൽ. ഞാൻ സമ്മതിച്ചു തരണോ? പിന്നെ സൂപ്പർ സ്റ്റാറുകൾ ഇരുന്ന് പറയാണ്. അങ്ങനല്ല, ബേസിക്കായിട്ട് എൻ്റെ മാനസികമായിട്ട് ഞാനൊരു വെറും സാധാരണക്കാരനാണ്. കാരണം അല്ലാതെ എനിക്കൊരു ആർഭാടമായിട്ടുള്ള ജീവിതമൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് നമ്മളിപ്പം പ്രോഗ്രാമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴോ ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമായിട്ട് വരും. നമ്മുടെ കാലത്തിനെതിരെ നമ്മൾ നീങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായർ ഒരു ഹാർമോണിസ്റ്റ്, ഹാർമോണിയം വായിച്ച് സെബാസ്റ്റ്യൻ കുഞ്ഞുവാദ, അഗസ്റ്റിൻ ജോസഫ് ദാസറിൻ്റെ അച്ഛൻ, ഒച്ചറ ബേലിക്കുട്ടി, വൈക്കം വാസുദേവൻ നായർ സാർ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ സമകാലീനരായ ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ മലബാർ ഗോപാലൻ നായർ സാർ. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഹാർമോണിസ്റ്റാണ്, പാട്ടുകാരനുമാണ്. അപ്പോൾ അന്ന് മൈക്കില്ലാത്ത ഒരു അവസരത്തിൽ മറ്റേ പവന മധുരാ നിലയേ പങ്കജാക്ഷ നിലയേ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടക എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ ആ വലിയൊരു കൊട്ടകയിൽ എന്താണ് നിന്ന് മൈക്കൊന്നുമില്ല, പെട്രോൾ മാക്സിൻ്റെ ആ വെളിച്ചത്തിൽ നിന്ന് അന്ന് ഉറച്ച് പാടുകയാണ് പുറയിലേക്ക് കേൾക്കത്തക്ക രീതിയിൽ. അപ്പം അന്ന് കിട്ടുന്ന അണയും കാശും ഒക്കെയാണ്. പിന്നെ എൻ്റെ അമ്മ ഒരു ഹരികഥാ കാലക്ഷേമം നടത്തുന്ന പഴയ ഒരു ആർട്ട് ഫോമാണ്. ഇപ്പോൾ അതൊന്നും ഇല്ല. ഒരു സാധാരണ കുടുംബത്തിൽ, അമ്പലപ്പുഴ ഒരു കുടുംബത്തിൽ ജനിച്ചു. വാലുപറമ്പിൽ ആമയിട എന്നൊക്കെ പറഞ്ഞ് പ്രിയദർശനൊക്കെ ഞങ്ങളുടെ അയൽവക്കക്കാരാണ്. അതുപോലെ അമ്പലപ്പുഴ ബ്രദേഴ്സ്, അവരൊക്കെ വലിയ 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 ആൾക്കാരാണ്. നാഗസ്വരത്തിൻ്റെയൊക്കെ എന്താണ് അതിലൊക്കെ അഗ്രഗണ്യന്മാർ മാസ്റ്റേഴ്സായിരുന്നു.
അപ്പോൾ അന്ന് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എം ജി രാധാകൃഷ്ണനെയും കെ ഓമനക്കുട്ടിയെയും എം ജി ശ്രീകുമാറിനെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ 2 വയസ്സിൽ ഞങ്ങൾ തമ്മിൽ എൻ്റെ ചേട്ടനുമായിട്ട് ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട്, 10-18 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ തിരുവനന്തപുരത്ത് കൊണ്ടുവരികയാണ് എൻ്റെ അമ്മയും അച്ഛനും കൂടെ. അപ്പോൾ അച്ഛനന്ന് റിട്ടയർ എന്ന് വെച്ചാൽ ഈ ആ ഫോം ഓഫ് ആർട്ട് അന്ന് നിന്നു. അപ്പോൾ ഹാർമോണിയം വെച്ച് കുട്ടികളെ പഠിപ്പിക്കുക ഇതൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യം എൻ്റെ ചേട്ടന് ആൾ ഇന്ത്യ റേഡിയോയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് ജോലി കിട്ടി. അമ്മയ്ക്ക് കരമന സ്കൂളിൽ പാട്ട് ടീച്ചറായിട്ട് ജോലി കിട്ടി. പിന്നെ ചേച്ചി അന്ന് സുഗോളജി ഇതെടുത്തിട്ട് ഇവിടെ വിമൻസ് കോളേജിലായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഞാൻ മോഡൽ സ്കൂളിൽ പഠിത്തം തുടങ്ങി. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഒന്നുമില്ല. നമുക്കിപ്പോൾ ഒരു എന്താണ് ഒരു മാസം ഒരു 25 രൂപ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നിധി കിട്ടുന്ന പോലെ. ഇന്നത്തെ കോടികളാണ്. അപ്പം അങ്ങനെ വളർന്നു വന്ന് അങ്ങനെ ഞങ്ങളെ വളർത്തിയതിലും എൻ്റെ അച്ഛൻ്റെ അമ്മയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികളെ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. കാരണം അവർ കാണുന്ന അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്ന ലൈഫ് സ്റ്റൈൽ തന്നെ തുടക്കത്തിൽ തന്നെ ഡിഫറെൻ്റ് ആണ്. അന്ന് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുരുക്കം ഓപ്പൺ പച്ചയായിട്ട് വെട്ടിത്തുറന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇത്ര കാലത്തുണ്ടാക്കുന്ന ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കറക്റ്റായിരിക്കും എല്ലാവർക്കും. എക്സസ് ആയിട്ടൊന്നും വരില്ല. അപ്പോൾ ഇന്ന് അങ്ങനല്ല. ഇന്നിപ്പോ കാലത്ത് എന്തേറ്റ് ഡാഡി എനിക്ക് അവിടെ നിന്ന് മറ്റേ എന്താണ് ബർഗർ വേണം ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. രാവിലെ ജങ്കീസ് ഡേ ആണ്. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നത്തെ വിഷു ഇന്നത്തെ വിഷു, അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. കൊച്ചിലെ ഇവൻ പ്രിയദർശന് ഞാനും കൂടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെയും പ്രിയദർശൻ്റെ വീട്ടിലെ ഈ മൺകുടുക്കയുണ്ട്, ഈ എന്താണ് ഈ പൈസ ഇടുന്ന ഭഗവാന് പൈസ ഇടുന്ന, അതിനകത്ത് അത് തിരിച്ചു പിടിച്ചിട്ട് നമ്മൾ ഈർക്കിലിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ 50 പൈസ 10 പൈസ ഓരോരുത്തരും ഇട്ടേച്ച് പോണല്ല. അതുകൊണ്ടാണ് 1 രൂപ 1.5 രൂപയ്ക്ക് ഞങ്ങൾ ഈ ന്യൂ തിയേറ്ററിലും ശ്രീകുമാർ തിയേറ്ററിലും അജന്ത തിയേറ്ററിലും ഒക്കെ പോയിട്ട് സിനിമ കണ്ടിരിക്കുന്നത്. അത് കുട്ടിക്കാലത്തെ വിഷു, കുട്ടിക്കാലത്തെ വിശേഷം. പക്ഷെ ഇന്നത്തെ ഒരു വിഷു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഭാര്യയും ഭർത്താവേ ഉള്ളൂ, ഒറ്റയ്ക്ക് താമസിക്കുന്നു, ഹണിമൂണാണ് എന്നും. ഹണിമൂണി അത് വെറുതെ എന്താണ് എല്ലാവർക്കും ഒരു തോന്നലാണ്. ഹണിയാണ്, മൂണൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ സുഖമായിട്ട് എന്താ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഒതുങ്ങിക്കൂടി ജഗതിയിൽ ഒരു മൂലയിലുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. ഇപ്പോഴത്തെ വിഷു എന്ന് പറയുമ്പോൾ എങ്ങനെ? കണി വെച്ച് എല്ലാം പഴയതുപോലെ എൻ്റെ അമ്മ ചെയ്യുന്ന പോലെ തേങ്ങ ഉടച്ച് ഇപ്പോൾ വാൽക്കണ്ണടി വെച്ച് ശ്രീകുട്ടം പറയുന്ന പോലെ അന്നും കൈനീട്ടത്തിന് ഇരിക്കും, ഇന്നും ഞാൻ ഇരിക്കും അതുപോലെ. ഓരോ വർഷം തരുന്നത് പൂജ്യങ്ങൾ കൂടുതലായി. അല്ല, അതിൽ എഴുതി വെക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ല ഈ പ്രാവശ്യം തരേണ്ട, വർഷം കഴിയും തോറും കൂടും. അതിപ്പോ കോർപ്പറേറ്റ് എംപ്ലോയി പോലെ ഇത്ര പെർസെന്റേജ് ഉണ്ട്. കൂടി എന്റെ മറ്റേ ആ പഴയ എല്ലാരും എന്നെ വിളിക്കുന്ന ആ എമൗണ്ടിൽ എത്തിയിരിക്കുകയാണ്, 10,000 രൂപയിൽ എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ വർഷം. ഇപ്പൊ എല്ലാത്തിനും വില കൂടിയില്ലേ? സത്യം. അപ്പൊ അതനുസരിച്ച് 2 രൂപയും കൂടെ വെക്കും, 10,001. അത് കാലത്ത് ശ്രീകുട്ടൻ്റെ വിഷ് കൈ നീട്ടം എന്ന് പറയുന്നത് അത് സംതിങ് ബിയോണ്ട് ദാറ്റ്. എനിക്കാണെങ്കിൽ ഒന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു റിവേഴ്സ് ആക്ഷൻ. എനിക്ക് സരിഗമ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ പേര് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ ഇപ്പം ചെറിയ രീതിയിൽ തുടങ്ങിയ അവിടെ ഇപ്പോൾ ഏകദേശം 350-400 കുട്ടികളായി. ഇനിയിപ്പോൾ ഞാനൊരു ബ്രാഞ്ച് എവിടെയെങ്കിലും തുടങ്ങാൻ വേണ്ടിയിരിക്കും. അപ്പോൾ ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലവ് കൂടുതല. ഞാൻ ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ ഇത് വിഷ് കൈ നീട്ടം കൊടുക്കുന്നു. അവിടെ 10-15 സാറന്മാരുണ്ട്. അപ്പൊ അവിടെയും ഞാൻ വരാം. ഞാൻ പറഞ്ഞ എനിക്ക് വിഷു ആകുമ്പോഴത്തേക്ക് എനിക്ക് പഴയതുപോലെ അല്ല, ചെലവ് കൂടുതലാണ്. പക്ഷെ വരുമാനം കൂടുതലാണല്ലേ? കോടീശ്വരനാണ് നമ്മുടെ കോടീശ്വരനൊന്നുമല്ല, കോടീശ്വരനൊന്നുമല്ല. ഒരു കോടി മുണ്ടുണ്ട്. ഈശ്വരനൊന്നും ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. സെക്കൻഡ് തോട്ട്സ് ഒരിക്കലുമില്ല. പിശുക്കിയില്ല. പിശുക്കില്ലാന്ന് എനിക്ക് അനിയെ കണ്ടറിയാം. അറിയാലോ. വളരെ വളരെ ട്രെൻഡി ആയിട്ട് സുന്ദരിയായിട്ട് എല്ലാ ഫംഗ്ഷനും ഉടുത്തൊരുങ്ങി വരുമ്പോ തീർച്ചയായിട്ടും പിശുക്കൊന്നുമില്ല, ഒരിക്കലും പിശുക്കൊന്നുമില്ല. എന്ത് ചോദിച്ചാലും ശ്രീകുട്ടനുള്ളതുപോലെ എനിക്ക് തരാറുണ്ട്. അതുപോലെ തരണം. ഐ എം സോ ഹാപ്പി. ഉള്ളത് കൊണ്ട് ഓണം.
സംഗീത യാത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നത്തേത് നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനാണ്. അതെ. പക്ഷേ MG ശ്രീകുമാർ എന്ന് പറയുന്ന ഗായകൻ വന്നത് 80s-ലും 90s-ലും ഗാനഗന്ധർവനൊക്കെ നിൽക്കുന്ന ആ ഒരു കാലത്താണ്. അപ്പോൾ അന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഞാൻ പാടും, എങ്ങനെ വരുമെന്ന്. ഇല്ല, അതെന്ന് വെച്ചാൽ അന്ന് ശരിയാണ്, ദാസേട്ടന് ഒക്കെ കത്തിനിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് തരങ്ങിണി എന്ന് പറഞ്ഞ കാസറ്റ് ഇത് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ശരിക്കും ഒരു സമയം, ഒരു ഭാഗ്യം ഇതൊക്കെയാണ്. അല്ലാതെ എന്നെക്കാട്ടിൽ കഴിവുള്ള എത്രയോ ഗായകന്മാർ അന്നുണ്ടായിരുന്നു, ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവർക്കൊന്നും വരാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് ഉത്തരവില്ല. പക്ഷേ എന്നെ സുരേഷ് കുമാറും പ്രിയദർശനും വിളിക്കുന്നു, പ്രിയദർശൻ സിനിമയിൽ ഇറങ്ങുന്നു. ഞങ്ങൾ എന്നും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇതിനിടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പൂപ്പൻ കുറേ പൈസ തരാമെന്ന് എഗ്രി ചെയ്യുന്നു. അദ്ദേഹം എങ്ങാണ്ട് സിംഗപ്പൂർ റിട്ടേണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് പുള്ളി പറഞ്ഞു 3 ലക്ഷം രൂപ സിനിമ എടുക്കാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഗ്നി നിലാവ് എന്നൊരു ചിത്രം പ്രിയൻ സ്ക്രിപ്റ്റ് എഴുതുന്നു. എന്നിട്ട് നമ്മൾ MG സോമനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നു. ടോട്ടൽ കോസ്റ്റ് അന്നത്തെ ഇതിൽ ഞങ്ങൾക്ക് ഇട്ടിരുന്ന ഈ ലാബും ചിത്രാഞ്ജലിയുടെ ബാക്കിയുള്ള ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 3.25 ലക്ഷം രൂപ, 4 ലക്ഷം രൂപയായിരുന്നു അന്നത്തെ ബഡ്ജറ്റ് ആ പടം എടുക്കാൻ. പക്ഷേ MG സോമൻ അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിച്ച് അങ്ങേര് സ്ക്രിപ്റ്റൊക്കെ ദൂരെ കളഞ്ഞിട്ടൊക്കെ പോയി. ഞങ്ങൾ വിഷമിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഞങ്ങൾക്ക് ഈ അഭിനിവേശം, സിനിമ എന്നുള്ള അഭിനിവേശം, പാഷൻ ഭയങ്കരമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയന് ഡയറക്റ്റ് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷിനെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ കൂലി എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയുടെ 4 പാട്ട്, കൂലി എന്നുള്ള മലയാളം പടം, പക്ഷെ തമിഴ് സിനിമയുടെ ട്രാക്കാണ് രവീന്ദ്രൻ മാസ്റ്റർ ചെയ്തത്. അപ്പോൾ അത് ചുളുവിനെ കൂടെ കൊണ്ടുവന്നു, ചിത്രാഞ്ജലി കൊണ്ടുവന്നു. അങ്ങനെയാണ് വെള്ളിക്കൊലുസോടെ കളിയാടും അഴകി എന്നുള്ള പാട്ട് എനിക്ക് പാടാൻ അവസരം കിട്ടുന്നു. രവീന്ദ്രൻ മാസ്റ്റർ ഈ പറഞ്ഞ പോലെ വിഷുക്കൈനീട്ടം പോലെ ഒരു വെള്ളി രൂപ എനിക്ക് തന്നിട്ട്